പെട്ടി 2 പിന്നെ ചെരുപ്പുള്ളൊരു ബാഗ്. ആ സഞ്ചിയിലെന്ത്? ചാർജർ, മേക്കപ്പ് കിറ്റ്, ചാർജർ അല്ലേ? ചാർജേഴ്സിന്റെ ബാഗ്. ഇവിടെ തന്നെ ഇരിക്കണം. ഹായ്, ഹലോ, നമസ്കാരം. വെൽക്കം ടു അവർ ഉദയ്പൂർ വ്ളോഗ്. അപ്പോൾ നമ്മൾ മൗണ്ട് അബുവിൽ നിന്ന് ഉദയ്പൂർ എത്തിയിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് വന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് ലേക്ക് പിച്ചോള. ഒന്ന് കാണിക്കൂ. എന്താടാ പോയത്? ഹായ്, ഹലോ ഗൈസ്, നമസ്കാരം. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് ഉദയ്പൂരിലാണ്. ലേക്ക് പിച്ചോളയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ നടുക്ക് കാണുന്ന, ലേക്കിൻ്റെ നടുക്കായിട്ട് കാണുന്ന ബിൽഡിംഗ് താജ് ലേക്ക് പാലസ് ആണെന്നാണ് ഞങ്ങളുടെ ബലമായ വിശ്വാസം. താജാണ്, അത് താജാണ്. അപ്പം അതിൻ്റെ അർത്ഥം നമ്മൾ താജിലല്ല, നമ്മളിപ്പോൾ വേറെ പ്രോപ്പർട്ടിയിലാണ്. ആക്ച്വലി നമ്മൾ ജഗത് നിവാസ് പാലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അതൊരു ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടിയാണ്. ഞാൻ കുറേ കാലമായിട്ട് ആക്ച്വലി ഞങ്ങൾ രാജസ്ഥാനിൽ വന്ന സമയം മുതലേ ഉദയ്പൂർ, ഇതിനു മുമ്പ് ഒരിക്കൽ ഉദയ്പൂർ വന്നിട്ടുണ്ട്. അപ്പം തൊട്ടേ വിചാരിക്കുന്നതാണ് ഇവിടെ താമസം. ഇവിടെ സത്യം പറഞ്ഞാൽ ഒരിക്കലും ബുക്കിംഗ് കിട്ടാറില്ല. അതായത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്താലേ കിട്ടാറുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ട്രൈ ചെയ്തപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഒരു മിഡ് റേഞ്ച് ആണ്. പക്ഷേ ഇവിടുത്തെ വ്യൂ, ദിസ് ഈസ് ലൈക്ക് റൈറ്റ് നെക്സ്റ്റ് ടു ദ ലേക്ക് ആൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവരിവിടെ എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഫുൾ വൈറ്റ് ആണ്. ജഗത് നിവാസ് പാലസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് പഴയ പാലസ് വല്ലതായിരുന്നോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ഇൻറ്റീരിയേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല കളേഴ്സിലൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളി ഒരു സ്ഥലം. ഭയങ്കര ഇൻസ്റ്റഗ്രാം വർത്തി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സ്ഥലം. അപ്പോൾ ഇഫ് യു ആർ സീയിങ് അസ് ഫോർ ദ ഫസ്റ്റ് ടൈം, ഞാൻ മായി, ഇത് സുബിൻ, അത് ജാനകി, ആൻഡ് വെൽക്കം ടു ഇനി എങ്ങോട്ടാ. ജാനുവി ഹായ്. മെയിനായിട്ട് വ്യൂ ആണല്ലേ. കണ്ടോ ജാനുവി പ്രാവിനെ? പ്രാവെ പോകരുത് അറിഞ്ഞ. ജാനുവിനെ ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞങ്ങൾക്ക് ഭയങ്കര സംശയം. ഊട്ടിയിൽ ട്രെക്ക് ചെയ്തിട്ടുള്ള ആളെയാണ് ഈ ചെറിയ. മുതലാവണ്ടി വരെ പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ചാമ്പൂർ കാർ പാർക്ക്. ഞാനും കൂടെ കയറി പോകാം. ഇതാ ബോട്ട് പോകുന്നു. ബോട്ട് കണ്ടോ? അപ്പോൾ നമ്മൾ ആക്ച്വലി ജഗത് നിവാസിൽ 2 ടൈപ്പ് റൂംസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഈ ട്രിപ്പിൽ നമ്മളോട് അമ്മയുണ്ടല്ലോ, അപ്പോൾ 2 ടൈപ്പ് റൂംസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ജസ്റ്റ് ഒന്ന് ലേക്ക് ഫേസിങ്ങോ ഒന്ന് നോൺ ലേക്ക് ഫേസിങ്ങോ ആണ്. ഇത് നോൺ ലേക്ക് ഫേസിങ് ആണ്. ഇവിടെ ജസ്റ്റ് ബെഡും ബാക്കിയെല്ലാ അമ്യൂണിറ്റീസും ഉണ്ട്. ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂം. ഇവിടെ ആരും നിൽക്കണം എന്നൊക്കെ ഉള്ളതിൽ തീരുമാനമായിട്ടില്ല. മിക്കവാറും നമ്മൾ സുബിനെ ഇങ്ങോട്ട് ചവിട്ടി തള്ളിയിട്ട് ഞാനും അമ്മയും ജാനുമയും കൂടെ ആയിരിക്കും അവിടെ കിടക്കുന്നത്. അപ്പോൾ അതാണ് ഈ റൂം. പക്ഷെ ഫൈനലി ഞങ്ങളെ പിരിക്കേണ്ടെന്നൊക്കെ വിചാരിച്ചായിരിക്കും അമ്മ ഓരോ മുടന്ന് ന്യായങ്ങൾ പറഞ്ഞ് അമ്മയാണ് ഈ നോൺ ലേക്ക് ഫേസിങ് റൂം എടുത്തത്. എന്തായാലും ലേക്ക് ഫേസിങ് റൂം കാണിക്കാം. അതിനുവേണ്ടി ക്യാമറ സുബിന് ഹാൻഡ് ഓവർ ചെയ്യാണ്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു സിറ്റിംഗ് സ്പേസ് ഉണ്ട് വിത്ത് അമേസിങ് വ്യൂ. ഇവിടെ 2 ചെയറുണ്ട്. ഇവിടെ വേണമെങ്കിൽ ഇരിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലേക്ക് ഫേസിങ് റൂം. നമ്മൾ കയറി ജാനുമിയാണ് റൂം ടൂർ ചെയ്യുന്നത്. ഇവിടെ ഒരു ബാത്റൂം ഇസ് ജസ്റ്റ് ഭയങ്കര സ്പേഷ്യസ് ഒന്നും അല്ല, പക്ഷേ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊരു. പിന്നെ ഇവിടെ ഒരു വാർഡ്രോബ് ക്ലോസറ്റൊക്കെ പോലത്തെ ഒരു സ്പേസ് ഉണ്ട്. സേഫ് ഉണ്ട്. ഇവിടെ മിററുണ്ട്. ഇവിടെയാണ് നമ്മുടെ മെയിൻ സ്ഥലം. ലേക്ക് ഫേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്റൂം, ലൈക്ക് റൈറ്റ് ഫ്രം യുവർ ബെഡ് നമുക്ക് ലേക്ക് കാണാം. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. ആക്ച്വലി ഈ മുറി കുറച്ച് ഭയങ്കര ഒരു റോയൽ ടച്ചൊക്കെ കൊടുത്ത് ചെയ്തിരിക്കുന്നത് അല്ലേ. മുകളിൽ കണ്ടോ റൂഫൊക്കെ നമ്മുടെ രാജസ്ഥാനിലെ കൊട്ടാരത്തിലേക്ക് ശീഷ് മഹൽ എന്നൊക്കെ പറയുന്ന പോലെ മുകളിൽ ഫുൾ മിററൊക്കെ ചെയ്ത ഒരു റൂഫാണ്. ഇത് കണ്ടോ?
ഒരു വിൻറ്റേജ് മിററൊക്കെ പോലെ ഇങ്ങനെ കുറേ വിൻറ്റേജ് ടച്ചുകൾ അവർ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല റോയൽ. കൊള്ളാം സംഭവം. നമ്മൾ ആക്ച്വലി എപ്പോഴും ട്രാവൽ ചെയ്യുമ്പം ചെയ്യാറുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. നമ്മളൊരു മിക്സ്ചർ ഓഫ് അതായത് ടൈപ്സ് ഓഫ് അക്കോമഡേഷൻ, ഒരു മിക്സ്ചർ ഓഫ് പല ടൈപ്സ് ഓഫ് അക്കോമഡേഷനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ചിലത് ബഡ്ജറ്റ് ആയിരിക്കും, ചിലത് കുറച്ച് മിഡ് റേഞ്ച്, പറ്റുന്നിടത്ത് എപ്പോഴും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ കുറച്ച് ലക്ഷറി ടൈപ്പ് ഓഫ്. ഇതിപ്പോൾ ഞാൻ ലക്ഷറി എന്ന് പറയില്ല, നമ്മൾ അവിടെ കണ്ട താജ് ലേക്ക് പാലസ് ഒക്കെയാണ് ലക്ഷറി. ഇതൊരു മിഡ് റേഞ്ച് ആണ്. നമുക്കിതൊരു ലക്ഷറിയാണ്. ലെറ്റ്സ് ബി ഓണസ്റ്റ്. നമ്മളിപ്പം ഇവിടെ നമ്മൾ ഉദയപൂർ ഇപ്പോൾ 4 ദിവസത്തേക്ക് വന്നിരിക്കുന്നത്. ഈ 4 ദിവസവും ഇവിടെ താമസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മേ ബി അഫോർഡ് ചെയ്യാനും പറ്റില്ല ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് അപ്പം നമുക്ക് ആ ഒരു എല്ലാത്തിൻ്റെ ഒരു ഫീൽ കിട്ടില്ല. ഇപ്പം നാളെ നമ്മൾ താമസിക്കാൻ പോകുന്ന വേറൊരു പ്രോപ്പർട്ടിയാണ്. അത് വളരെ ബഡ്ജറ്റ് പ്രോപ്പർട്ടിയാണ്, പക്ഷെ അതും ഇവിടുത്തെ ഒരു ഫേമസ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ പറയുന്നില്ല, നാളെ കാണാം. അപ്പം നമ്മളെപ്പോഴും ട്രാവൽ പ്ലാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ദാറ്റ് നമ്മൾ വിചാരിക്കും ഓക്കെ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ഹോട്ടലാണ്, ഇവിടെ നമുക്ക് താമസിക്കാൻ പറ്റും. പക്ഷേ ഓക്കെ ആ ഹോട്ടലിലും ഒരു ദിവസം നമുക്ക് താമസിക്കാം, അല്ലെങ്കിൽ 2 ദിവസം നമുക്ക് താമസിക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസും ചെയ്യാം, എന്നാൽ നമ്മുടെ പോക്കറ്റ് കാലിയാവുകയില്ല. അപ്പം അതൊരു ടിപ്പാണ്, ഞങ്ങൾ ചെയ്യാറുള്ളതാണ്. മേ ബി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ച് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ റൂം ടൂർ. ഇനിയിപ്പോൾ ഞങ്ങൾ പോയി ഒന്ന് ഇപ്പോൾ വന്നതേ ഉള്ളൂ, ഞങ്ങളൊന്ന് ഫ്രഷ് ആവട്ടെ, റെഡി ആവട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ജാനമി താണ്ട പെട്ടിയും തള്ളി ജാനമി നിൽക്കണില്ലേ ഈ ഹോട്ടലില്? ജാനമിക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഹോട്ടല്? മാറിപ്പോവാണോ? ജാനവിയെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. എന്താ എന്ത് വാവാ ഇങ്ങ് വാ, ഒരു ഹായ് പറ. ഈ വ്ളോഗിനൊരു ഹായ് പറ, ഓടി വാ. ഹായ്. ജമ്മി കുളിക്കാൻ പോയി. ജമ്മിയെ കുളിക്കാൻ സമ്മതിക്കാതെ ഇവിടെ വിളിച്ചോണ്ടിരിക്കാണ്. ഞാൻ ഇവിടെ നടക്കുന്നത്. ജാനുവി വന്ന് വീണ് തൊട്ടിയല്ലോ ബാബോ. ജാനുവി വീഴുന്നതിനും അച്ഛൻ്റെ അടുത്ത് എന്താ അയ്യോ എന്ത് ചെയ്യണം? പോട്ട് സാരമില്ല, ബാമെടുത്തു. നമ്മൾ ആക്ച്വലി ഇവിടെ വേറെ റൂഫ് ടോപ്പ് ഡൈനിങ് ഏരിയ കാണാൻ വന്നതാണ്. അപ്പോൾ രാത്രി ഡിന്നറിന് കഴിക്കണം നോക്കാൻ വന്നത്. ഇവർക്ക് താഴെ ഒരു സ്പേസും കൂടെ ഉണ്ട്, പക്ഷെ ഇവിടെ കണ്ട ഭയങ്കര ലോ വോളാണ്. അപ്പോൾ ജാനുവിനെ ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞങ്ങൾക്ക് ഭയങ്കര സംശയം. സൺസെറ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ സംഭവം കുളിച്ചൊക്കെ വന്നു കേട്ടോ. കുളിച്ചൊക്കെ റെഡിയായൊക്കെ വന്നു. എന്നിട്ട് സുബിനും ജാനുമിയും അമ്മയും കൂടി ഇപ്പോൾ പുറത്ത് പോയിരിക്കുകയാണ് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാനായിട്ട്. ഞാൻ അവരെ തള്ളി വിട്ടതാണ്, കാരണം എനിക്ക് ടൈം ലാപ്സ് എടുക്കണമെന്നുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ലേറ്റാവും. പിന്നെ ഇരുട്ടത്തൊക്കെ ഈ അറിഞ്ഞൂടാത്ത സ്ഥലത്തൊക്കെ പോകണം. ഇവിടെ ഒന്നാമത് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞെന്നറിഞ്ഞൂടെ, നാളെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ മിക്ക ഹോട്ടൽസും ഈ ലേക്ക് പിച്ചോളയുടെ അടുത്ത് നമുക്ക് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് പാർക്കിംഗ് ഇല്ല, ഭയങ്കര നാരോ റോഡ്സ് വഴിയാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം നമ്മൾ കുറച്ച് മാറി ചാന്ദ്പോൾ എന്നാണെന്ന് തോന്നുന്നു, അവിടെ ഒരു കാർ പാർക്കിംഗ് ഉണ്ട്.
അവിടെ വണ്ടി ഇട്ടിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ഹോട്ടലുകാർ അവരുടെ ഓട്ടോ വിടും. ബിക്കോസ് കുഞ്ഞ് വഴിയാണ് ഓട്ടോയെ വരത്തുള്ളൂ ഇതിനകത്തോട്ട്. അപ്പോൾ ഓട്ടോ വിടും, എന്നിട്ട് അതിനകത്ത് നമ്മൾ നമ്മുടെ സാധനമൊക്കെ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി. ഇവിടുത്തെ എല്ലാ ഹോട്ടൽസിനും ആ ഒരു ഫെസിലിറ്റിയേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. അല്ലാതെ കാർ പാർക്ക് ഇല്ല. ബിക്കോസ് ഈ ലേക്ക് പിച്ചുള്ളവരുടെ തൊട്ടടുത്തായതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞ് ഗലീസ് എന്ന് പറയില്ല, അങ്ങനത്തെ വഴികളാണ്. അപ്പോൾ നമ്മുടെ കാറ് കൊണ്ടുവന്നാലും ഇടാൻ പാർക്കിംഗ് ഇല്ല, കൊണ്ടുവരാൻ പറ്റില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെ ദൂരെ ഒരു സ്ഥലത്ത് കാർ ഇട്ടിട്ടാണ് വന്നത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങി രാത്രി പോയി ഭക്ഷണമൊക്കെ അത് പാടായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ രാത്രി നമ്മൾ മിക്കവാറും ഇവിടെ നിന്ന് തന്നെ ആയിരിക്കും ഡിന്നർ കഴിക്കുന്നത്. പക്ഷേ ഇവർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ ടൈം ലാപ്സ് എടുക്കണമെന്ന് പറഞ്ഞിരുന്നുകൊണ്ട് അവർ പോകുന്നില്ല, കുഴപ്പമില്ല, വിശപ്പില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരുന്നു. പക്ഷെ ഞാൻ പിന്നെ തള്ളി വിട്ടു. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. ഇനിയിപ്പോൾ എനിക്ക് ബോറടിക്കാൻ തുടങ്ങും. ടൈം ലാപ്സ് എടുത്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവരെ വരുന്നത് വരെ എനിക്ക് ബോറടിയാണ്. രാത്രിയായി. അപ്പോൾ ഞാൻ രാത്രിയുള്ള ഇവിടെ നിന്നുള്ള വ്യൂവും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഗൂഗിൾ മാപ്പ് ചെക്ക് ചെയ്തായിരുന്നു കേട്ടോ. ഇത് താജ് ലേക്ക് പാലസ് തന്നെയാണ് ഈ കാണുന്നത്. പിന്നെ ജാനുമി തിരിച്ചെത്തിയിട്ടുണ്ട്. ഹായ് ജാനു, പാപ്പ കഴിച്ചോ? ചോക്ലേറ്റ് ആണോ കഴിച്ചത്? പാപ്പം കഴിച്ചില്ലേ? നമ്മൾ റെഡിയായി ഇറങ്ങിയതാ. ഉണ്ണിമ ഡോറ് പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തൊട്ട് നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ സ്ഥലത്ത്. ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ തന്നെയാണ് റെസ്റ്റോറൻറ്റ്. പിന്നെ അതിൻ്റെ മണ്ടയിൽ റൂഫ് ടോപ്പ് ഉണ്ട്. പക്ഷേ റൂഫ് ടോപ്പ് ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു, അതിൻ്റെ മതിൽ എന്തെന്ന് പറയുന്നത് റൂഫിലുള്ള അത് ഭയങ്കര ലോ ആയതുകൊണ്ട് ജാനുമി അവിടെ കൺട്രോൾ ചെയ്ത് നിർത്താൻ ഭയങ്കര പാടായിരിക്കും. ഇതെല്ലാം റെഡി ആയിട്ട് ഇറങ്ങി. ജമ്മി, ജാനുമി, അച്ഛൻ എല്ലാം റെഡി ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ജാനുമി നല്ല കുട്ടിയായിട്ടിരിക്കണം. ഇവിടുന്ന് ഒരു സാധനവും തൊടാൻ പാടില്ല. ഓക്കെ കേട്ടാ? ജാനുമി തൊടുവോ? തൊടില്ല. നമ്മളപ്പോൾ ഇവിടെ വന്നത് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ സെറ്റപ്പിലിരിക്കുകയാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇവിടെ രാവിലെ വന്നപ്പോൾ വ്യൂ അടിപൊളിയായിരുന്നു. നാളെ ബ്രേക്ക്ഫാസ്റ്റിന് ചിലപ്പോൾ അത് കാണാൻ പറ്റുമായിരിക്കും. അപ്പം മായ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്? നമ്മൾ ഓർഡർ ചെയ്യാൻ പോകുന്നുള്ളൂ. അല്ല, ആക്ച്വലി ഇപ്പോൾ ഫ്രഞ്ച് ഓണിയൻ സൂപ്പ് അമ്മയ്ക്ക് പറഞ്ഞു. പിന്നെ അമ്മയ്ക്കെന്നൊരു പേരിന് നമ്മൾ ട്രൈ ചെയ്യും. പിന്നെ ലാംബ് സ്റ്റഫ്ഡ് എഗ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ മറ്റേ സാധനമല്ലേ, കത്തിരിക്ക പോലത്തെ സാധനമാണ്. അപ്പോൾ എങ്ങനെ ഇരിക്കുന്ന അറിയാനൊരിത്. അപ്പം ലാംബ് സ്റ്റഫ്ഡ് എഗ് പ്ലാന്റ് ഇത്രയാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഫിഷ് അല ജഗത്ത് എന്ന് പറഞ്ഞ് ലെമൺ സോസിലുള്ളൊരു ഫിഷ്, അതൊരു കോണ്ടിനെൻ്റൽ പ്രിപ്പറേഷൻ. പിന്നെ ഇന്ത്യൻ ഇതിൽ ജംഗ്ലി മാസാണ് ഡിസൈഡ് ചെയ്തത് നമ്മൾ. ജംഗ്ലി മാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ രാജസ്ഥാനി സ്പെഷ്യൽ. ഇവിടെ ലാൽ മാസ്, സഫേദ് മാസ്, ജംഗ്ലി മാസ്, ഇങ്ങനെ കുറേ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. അതിൽ ജംഗ്ലി മാസ്, ഗാർലിക് നാൻ അല്ലേ, ഇത്രയുമാണ്. അത് പറഞ്ഞില്ല, അത് പറയാൻ പോകുന്നു. പതുക്കെ 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 വിട്ടു. ബോട്ടിന്റെ കൂടെ പോകും. Okay, good job. Oh no. Okay, done. Okay, done. സാധനം പൊളി സാധനം പൊളി സാധനം. ജാനും ഇതാ വീട്ടിൽ വീഡിയോ കോൾ ചെയ്ത് സാധനം കാണിച്ചോണ്ടിരിക്കുകയാണ്. പൊളി സാധനം രതീഷ അല്ലേ, സൂപ്പർ സാധനം ഗൈസ്. അതായത് വെറും കത്തിരിക്കയിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല. അടിപൊളിയല്ലേ അമ്മ? അടിപൊളി. പക്ഷേ ഇത് എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. അത് ഞങ്ങൾ ഏറ്റു, ആ കാര്യം ഞങ്ങൾ ഏറ്റല്ലേ. കീറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ, നല്ല കീറിയാണ്. സോറി, എനിക്ക് വ്ളോഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ആക്ച്വലി ഫിഷ് അല ജഗത്ത് എന്ന് പറയുന്ന ലെമൺ സോസിലുള്ളതാണ് കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി, ഭയങ്കര ടാങ്കി ആയിട്ടുണ്ട്. ഭയങ്കര കിടലും ഞാൻ പറയില്ല, പക്ഷെ കൊള്ളാം. ഭയങ്കര എരി, പക്ഷെ സൂപ്പർ ടേസ്റ്റ്. സ്ഥിരം നാട്ടിൽ തന്നെ ഉപ്പ് കുറവാണെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട്? കൊള്ളാം. അത്രേ ഉള്ളോ? അല്ല, എനിക്ക് പക്ഷേ എനിക്ക് ഇതിനെക്കാട്ടിലും മറ്റേ ലാൽ മാസാണ് കുറച്ചും കൂടെ കൊള്ളാം. ആക്ച്വലി ഫ്ലേവർ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയാം. ഇവിടുത്തെ എനിക്ക് ഇവിടെ
2-3 ടൈപ്പ്. അതായത് മട്ടനാണ് മെയിൻ ഇവിടുത്തെ നോൺ വെജ് എന്ന് പറയുമ്പം. ഇവിടത്തെ ഉദ്ദേശിക്കുന്നത് രാജസ്ഥാനിൽ അതിൽ ഏറ്റവും ഫേമസ് ലാൽ മാസാണ്. അത് ഉണ്ടാക്കുന്ന മറ്റേ ഡ്രൈഡ് വറ്റൽമുളക്, അതിനെ വെള്ളത്തിൽ മുക്കി അതിനെ പേസ്റ്റാക്കി അങ്ങനെ എന്തൊക്കെയൊക്കെ ചെയ്താണ് ഉണ്ടാക്കുന്നത്. ഈ ജംഗ്ലി മാസ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ രാജാവൊക്കെ പണ്ട് ഹണ്ടിങ്ങിന് പോകുന്ന സമയത്ത് ആകെ കുറച്ച് റിസോഴ്സസ് വെച്ചിട്ട് അവർ കുക്ക് ചെയ്യുന്നൊരു മീറ്റ് ഡിഷാണ് ജംഗ്ലി മാസ്. പിന്നെയുള്ള സഫേദ് മാസ് എന്ന് പറയുന്നത് വൈറ്റ് ഗ്രേവിയിൽ ഉണ്ടാക്കുന്ന മട്ടൻ കറി. അമ്മയ്ക്ക് സ്നേഹത്തോടെ തരുന്നു, തിന്നോ. ഇല്ല പറ്റിയ ജാനവാ ജാനവാ ജാനുമി കഴിക്കും. അപ്പൊ അറിയാം ജമ്മി കഴിക്കാൻ എനിക്കോ എടാ അത് എല്ലാം അവിടെ കഴിക്കാൻ പറ്റില്ല. അങ്ങതാ എന്റെ ദൈവമേ. ആ കഴിച്ചേട്ടാ. ഓഹ് സൂപ്പർ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതെന്താ ആപ്പിൾ ക്രംബിൾ വിത്ത് ഐസ്ക്രീം ആയിരുന്നു. അയ്യോ 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 ഇത്രയും കഴിച്ചിട്ട് ഫുള്ള് തീർന്നു കഴിയുമ്പോഴാണ് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നത്. നീ തന്നെ ഫുള്ള് കയറ്റിയില്ലേ? ഇഷ്ടപ്പെട്ടില്ല പോലെ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചെത്തിയിരിക്കുകയാണ്. ജാനുമി കട്ട അലമ്പെന്ന് പറഞ്ഞാൽ കട്ട അലമ്പിനി എങ്ങനെയെങ്കിലും കൊണ്ട് കിടത്തട്ടെ. ബാക്കി നമുക്ക് നാളെ കാണാം. ഗുഡ് മോർണിംഗ്. എന്താ പരിപാടി? കാപ്പി എടുക്കുക. നമ്മൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ബുഫേക്ക് വന്നു. ഉണ്ണിമ ഇവിടെ കാപ്പി എടുക്കുകയാണ്. അത് ജമ്മിയും. ജമ്മി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കൊള്ളാം ജാനമ്മ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണോ? ഞാൻ ഫ്രൂട്ട്സ് ആണ് എടുത്തോണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് എമ്മയാണ്. താങ്ക് യു. ഞാൻ പറയായിരുന്നു ഇതാണ് പ്ലേറ്റ്, ഇതിൽ നിന്ന് വേണം ഷോർട്ട് തുടങ്ങാൻ. പ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ എടുക്കണം. അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ ആരും കാണുന്നില്ല. നീ ഈ പ്ലേറ്റ് എടുത്തോ, ഞാൻ അതെടുത്തോളാം. അയ്യോ വേണ്ട, ഇതാ ഈ പണി മൊത്തം കഷ്ടപ്പെട്ട് നമ്മൾ എടുക്കണം. കൊച്ചിൻ്റെ കൂടെ ആരെങ്കിലും ഇരിക്കണ്ടേ ഫുൾ ടൈം? ഞാൻ ഇരിക്കല്ലേ മാഡം. അത് പ്ലേറ്റ് തന്നോ? എന്തൊരു കഷ്ടം. ജാനം ആലു ടിക്കിയ സംഭവം ബ്രേക്ക്ഫാസ്റ്റ് പോരാ അല്ലേ? ശ്യാമമേഘം പോരാ. ഇവരുടെ ഇന്നലെ രാത്രിയിലത്തെ ഫുഡ് പൊളിയായിരുന്നു, പൊളി സംഭവം. ഇന്നലെ രാത്രി ഉണ്ടാക്കിയവര് ഇന്നലെ രാത്രി ഫുഡ് ഉണ്ടാക്കിയിട്ട് അവര് വീട്ടിൽ പോയി കിടന്നു പറയാം. ഇത് വേറെ ആരൊക്കെയാണ്? ജാനു ഇനി ഇടിയപ്പം. മക്കളെ ഇത് രാജസ്ഥാനാണ്, ഇവിടെ ഇടിയപ്പം ഒന്നും ബ്രേക്ക്ഫാസ്റ്റിന് കിട്ടൂലടാ. എടക്കെ എന്തിനാ എന്തിനാ എങ്ങോട്ട്? മുട്ടപ്പാപ്പിയുണ്ട്, സോസേജ് ഉണ്ട്. മുട്ടപ്പാപ്പി മുട്ടപ്പാപ്പി കിട്ടിയ വേറൊന്നും വേണ്ട. മുട്ടപ്പാപ്പി അച്ഛൻ അടിച്ചു പൊട്ടിക്കട്ടെ. ജാനുമിന്റെ തലയിൽ അടിച്ചു പൊട്ടിക്കട്ടെ. പോയാന് പാടില്ലാന്ന് പറയാ. ജാനുമിക്കൊരു വലിയ മീശോ, രാജസ്ഥാനി മീശോ പോലെ തന്നെ ഉണ്ട്. The Muffin Man, the Muffin Man.
That lives on Cocomelon Lane. നമ്മളിതാ റെഡിയായി. അപ്പോൾ ഉണ്ണിമേ കണ്ട ഒരു എക്സ്പീരിയൻസ് ഉണ്ട് പറയും. അതായത് ഞാൻ ബാത്റൂമിലൊക്കെ എല്ലാം ഓക്കെ ആണോ എല്ലാം വൈൻഡപ്പ് ചെയ്തൊന്ന് ചെക്ക് ചെയ്യായിരുന്നു. നോക്കിയപ്പോൾ എവിടുന്നും ഇല്ലാതെ വെള്ളമൊക്കെ തെറിക്കുന്നു. മഴ പൊടിഞ്ഞതുപോലെ മോളിൽ നിന്ന് വെള്ളം തെറിച്ചത് ഇവര് കഴുകി ഇറക്കുന്നതാ. ഇറക്കിയതാ എൻ്റെ തലയിൽ കൂടെയൊക്കെ വെള്ളം വീഴുന്നു. എന്ത് പറയാനാണ്. അതായത് ഇവിടെ ഒരു വലിയൊരു സംഭവം നടക്കുക. പുറത്തിറങ്ങാൻ പറ്റുമെന്നല്ലേ അറിഞ്ഞൂട. അകത്ത് കയറാം, അല്ലെങ്കിൽ എൻ്റെ തലയിലിരിക്കും. ഈ ഒരു സംഭവം ആദ്യമായിട്ടാണല്ലേ? ഈ ഒരു അനുഭവം ആദ്യമായിട്ട്. അതെ, വെള്ളം അടിച്ച് പുറത്തിറക്കുകയാണ് നമ്മൾ. അതെ, പുകച്ച് പുറത്തെ അടിക്കാന്ന് കേട്ടിട്ടുണ്ട്. ഇത് വെള്ളം അടിച്ച് പുറത്ത് ചാടിക്കുകയാണ്. യെസ്, ഇതാണ് ഇവിടത്തെ. ഉണ്ണി എന്റെ മോന്തയ്ക്ക് വരെ വന്ന് വീണു. ഉണ്ണി, ഞാൻ ഇവിടെ വരെ പോയതല്ലേ. നമ്മളപ്പോൾ അതാ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ഇനി നമ്മൾ പോകുന്ന സ്ഥലം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതാ അവർ ബാഗ്സൊക്കെ കൊണ്ട് അവർ തന്നെ അവിടെ കൊണ്ടുവന്ന് തരാം. യെസ്, തൊട്ടടുത്താണ്. അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വന്നു. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് തന്നെ താങ്ക്ഫുള്ളി നമ്മുടെ ബാഗൊക്കെ ഇവിടെ കൊണ്ടുവന്ന് തന്നു. ഇതാണ് നമ്മൾ ഇനി 2 ദിവസം നിൽക്കാൻ പോകുന്ന സ്ഥലം, ആഷ്യ ഹവേലി. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. അപ്പം നമ്മുടെ ഈ വ്ളോഗ് എന്ന് പറയുന്നത് മിക്കവാറും ജഗത് നിവാസിലെ സ്റ്റേയിനെ കുറിച്ചായിരിക്കും. ബിക്കോസ് ഇന്നലെ നമ്മളൊന്നും ചെയ്തില്ല, നമ്മൾ ആ പ്രോപ്പർട്ടി എൻജോയ് ചെയ്യാൻ മാത്രമാണ് ചെയ്തത്. അപ്പോൾ അതായിരിക്കും നമ്മുടെ വ്ളോഗ്. അപ്പോൾ ആ വ്ളോഗ് ഇവിടെ തീരാണ്. ഹോപ്പ് നിങ്ങൾക്ക് ജഗത് നിവാസിനെക്കുറിച്ച് കുറച്ച് ഐഡിയ ഒക്കെ തരാൻ പറ്റി, അവിടുത്തെ സ്ഥലങ്ങൾ കാണാൻ പറ്റി. സോ ദാറ്റ് യു ക്യാൻ ഡിസൈഡ് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ അവിടെ സ്റ്റേ ചെയ്യണോ വേണ്ടതെന്ന്. അപ്പോൾ അതാണ് ഇനി നമ്മുടെ നെക്സ്റ്റ് വ്ളോഗ് തൊട്ട് ഉദയ്പൂരിലെ കാഴ്ചകളായിരിക്കും. ഉദയ്പൂർ ആൻഡ് ഇതിൻ്റെ അടുത്തുള്ള ചിത്തോഡ്ഗർ ആൻഡ് കുംഭാൽഗർ ഫോർട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യണം നമ്മൾ വിചാരിക്കുന്നുണ്ട്. അപ്പം ജോയിൻ അസ്, കീപ് വാച്ചിങ് അസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഞങ്ങൾ ഇനി എങ്ങോട്ടാണ്. ബൈ.